9ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായം കാണുക. കയ്യെത്തും ദൂരെ അതിരില്ല ലോകം. ഇതിലെ 1ാമത്തെ പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. പ്രവർത്തനം 3.1. ഇമെയിൽ വിലാസം തയ്യാറാക്കാം. ജിമെയിലിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് തുടങ്ങുന്നതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് വെബ് ബ്രൗസർ തുറക്കേണ്ടതുണ്ട്. വെബ് ബ്രൗസർ തുറക്കുന്നതിനായി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇന്റർനെറ്റ് എന്നതിന് നേരെ ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വെബ് ബ്രൗസർ തുറന്നു വന്നിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇതാണ് അഡ്രസ് ബാർ. ഇവിടെ അഡ്രസ് ബാറിലാണ് വെബ്സൈറ്റിന്റെ വിലാസം ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത്. വെബ്സൈറ്റിന്റെ വിലാസം കൃത്യമായി അറിയില്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് വെബ്സൈറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് സെർച്ച് ചെയ്യുവാനുള്ള ബട്ടൺ. അതിലൊരു ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അഡ്രസ് അറിയാവുന്നതുകൊണ്ട് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. www.gmail.com എന്ന അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്റർ കീ അമർത്താം. അതല്ലെങ്കിൽ ഇവിടെ ഗോ ടു ദി അഡ്രസ് ഇൻ ദി ലൊക്കേഷൻ ബാർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ എന്റർ കീ അമർത്തുകയാണ്. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണുന്നു. ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഇവിടെ കാണുന്നു. അതിന് താഴെ ആവശ്യമായ ഫീൽഡുകൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നെയിം, ഫസ്റ്റ് നെയിം എന്തെന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ IT ക്ലബ് എന്ന് ടൈപ്പ് ചെയ്തു. ലാസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി ഇതിനടിയിൽ ചൂസ് യുവർ യൂസർ നെയിം എന്ന് കാണുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുത്തു നോക്കാം. അത് ലഭ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാം. യൂസർ നെയിം കൊടുക്കുമ്പോൾ സ്മാൾ ലെറ്റർ തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IT ക്ലബ് എന്ന് കൊടുത്തു നോക്കി. itclub@gmail.com ഇത് ലഭ്യമാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു. ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ, ട്രൈ അനദർ എന്നിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് itclub@gmail.com എന്ന ഇമെയിൽ വിലാസം ലഭ്യമല്ല. അതുകൊണ്ട് നമുക്കിതൊന്നും മാറ്റിക്കൊടുക്കാം. എന്ന് കൊടുത്തു. ഇനി വീണ്ടും പരിശോധിച്ചു നോക്കാം. ആ യൂസർ നെയിമും മറ്റാരോ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത itclub.gvhss1234@gmail.com എന്ന വിലാസം ലഭ്യമായതായിട്ട് അറിയുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക. ക്രിയേറ്റ് എ പാസ്വേഡ് എന്നുള്ളിടത്ത് ഓർമ്മിക്കുവാൻ എളുപ്പമുള്ളതും മറ്റൊരാൾക്ക് ഊഹിക്കാൻ കഴിയാത്തതുമായ ഒരു പാസ്വേഡ് കൊടുക്കുക. അവിടെ ഒരു പാസ്വേഡ് കൊടുത്തു. കോമൺ വേർഡ്സ് ആർ ഈസി ടു ഗസ്, ട്രൈ അഗൈൻ എന്ന് കാണുന്നു. ഒന്ന് മാറ്റിക്കൊടുത്തു. ഇവിടെ ഇനി പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുന്നു. അടുത്തത് ബർത്ത്ഡേ സെലക്ട് ചെയ്യുക. ജെൻഡർ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി യുവർ കറന്റ് ഇമെയിൽ അഡ്രസ് എന്ന് കാണുന്നു. ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല.
ലൊക്കേഷൻ എന്നുള്ളിടത്ത് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റിമെമ്പർ പാസ്വേഡ് എന്നത് ആവശ്യമില്ല, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഇനി പ്രൈവസി ആൻഡ് ടേംസ് എന്ന് ഇവിടെ കാണുന്നു. ആ പ്രൈവസി ആൻഡ് ടേംസ് മുഴുവൻ വായിച്ചു നോക്കണം. കുറഞ്ഞപക്ഷം അത് സ്ക്രോൾ ചെയ്ത് പരിശോധിക്കുകയെങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ ഐ എഗ്രി എന്ന ബട്ടൺ ആക്റ്റീവ് ആവുകയില്ല. അപ്പോൾ ഇത് ഏതായാലും സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ഇത് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഹൗ ഷുഡ് വി സെൻഡ് യു കോഡ്സ് എന്ന് കാണുന്നു. ചിലപ്പോൾ ഇത് ആവശ്യമായി വരികയില്ല. ഇപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫോണിലേക്ക് അയച്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഇമെയിൽ അഡ്രസ് റെഡിയായിരിക്കുന്നു. ഇനി അതിന് താഴെ കാണുന്നത് ശ്രദ്ധിക്കുക. കണ്ടിന്യൂ ടു ജിമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ജിമെയിൽ കസ്റ്റമൈസ് ചെയ്യുവാനുള്ള ഓപ്ഷനുകളാണ്. അതിൽ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇമെയിൽ വിലാസം റെഡിയായിരിക്കുകയാണ്. ഗോ ടു ജിമെയിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അത് കാണുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇമെയിൽ വിലാസം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കുന്നത് എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഇവിടെ കമ്പോസ് എന്ന ഭാഗം ശ്രദ്ധിക്കുക. കമ്പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ടു എന്നുള്ളിടത്ത് അയക്കേണ്ട ആളിന്റെ ഇമെയിൽ വിലാസം ചേർത്ത് കൊടുക്കുക. കൽപ്പകഞ്ചേരി gvhss@gmail.com എന്ന വിലാസം ടൈപ്പ് ചെയ്തു കൊടുത്തു. ഇനി ഇവിടെ പറയുവാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇനി ഇവിടെ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫയലുകൾ അറ്റാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അയക്കുവാനുള്ള ഫയലുകൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള ബട്ടണാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മലയാളം ടൈപ്പിംഗിന്റെ ഇൻസ്ക്രിപ്റ്റ് കീബോർഡിന്റെ ലേഔട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് അയക്കണമെങ്കിൽ ഇവിടെ സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. യുവർ മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വ്യൂ മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച മെസ്സേജ് കാണാൻ കഴിയും. ഇവിടെ വ്യൂ മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ അയച്ച ഇമെയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൽ അറ്റാച്ച് ചെയ്ത് അയച്ച ഫയലും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇനി വീണ്ടും തിരിച്ച് ഇൻബോക്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇൻബോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും സെൻഡ് മെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത മെയിലുകൾ കാണാൻ കഴിയും. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇമെയിൽ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഇതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് ഇമെയിൽ ഉപയോഗിക്കുന്ന ആർക്കും നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് കയറിയിട്ട് പലതും ചെയ്യുവാൻ കഴിയും. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഇനി നമുക്ക് ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യണം. അതിനുള്ള മാർഗം ശ്രദ്ധിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. സൈൻ ഔട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സൈൻ ഔട്ട് ചെയ്തിരിക്കുന്നു. ഇനി പുതിയൊരു ഇമെയിൽ എടുക്കണമെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ആപ്ലിക്കേഷൻസ്, ഇന്റർനെറ്റ്, ഫയർഫോക്സ്, വെബ് ബ്രൗസർ എന്ന രീതിയിൽ എപ്പോഴും പോകുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഫയർഫോക്സിനെ നമുക്ക് വേണമെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അതിനിങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുവരുന്നു. ആവശ്യമുള്ള ഇവിടെ പാനലിൽ വെക്കുന്നു. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസർ തുറക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഫയർഫോക്സ്, വെബ് ബ്രൗസർ എന്നുള്ളതിനെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് വെബ് ബ്രൗസർ തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ജിമെയിൽ www.gmail.com എന്ന അഡ്രസ് ടൈപ്പ് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഒരു ഇമെയിൽ അക്കൗണ്ട് തുറന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ കാണുകയാണെങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ സൈൻ ഇൻ വിത്ത് എ ഡിഫറന്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുൻപ് ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യുക. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം.